നമ്മൾ കുറെ അധികം കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന ആള് ചില സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അതിപ്പോ ഹ്യൂജ് പ്രോഫിറ്റ് വന്ന് നിൽക്കുന്നു. ചില ലോസസ് കേട്ടിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എന്നാ ഇപ്പോഴും പല ആൾക്കാരും കുറെ അധികം ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഗോൾഡിലാകാം, ചിലപ്പോൾ സ്റ്റോക്കിലാകാം, ഇല്ല റിയൽ എസ്റ്റേറ്റിലാകാം, എവിടെ വേണമെങ്കിലും ആകാം. ബട്ട് എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഇല്ല ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ലോസ് ആകുമോ എന്ന ചിന്താഗതി കുറെ അധികം ആൾക്കാർക്ക് ഉണ്ട്. എന്നാൽ ഇപ്പൊ കുറെ അധികം ഒരു അവയർനെസ് പോലെ എല്ലാവരും അറിയുന്നുണ്ട്, SIP എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ SIP, ഇല്ല SIP-ലോട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ആർക്കും തന്നെ നല്ലൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു SIP-യുടെ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. എന്താണ് SIP, ഏതൊക്കെ ടൈപ്പ് ഓഫ് SIPs ഉണ്ട്, എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതെല്ലാം തന്നെ ഇതിൽ കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, SIP എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ഇതൊരു മെത്തേഡാണ്. അതായത് എന്തിൽ തന്നെ ആയിക്കോട്ടെ, സ്റ്റോക്കിലാകാം, ഗോൾഡിലാകാം, എന്തിൽ തന്നെ ആണെങ്കിലും എല്ലാ മാസവും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും അതും അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു അസറ്റ് ക്ലാസ്സസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ഡെബിറ്റ് ആകുന്നു. നമ്മുടെ സാലറി വന്നു കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് പ്രശ്നം എന്താ, സാലറി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ, EMI കവർ ചെയ്യാനും പല കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ടും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും ലാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ബട്ട് എന്നാൽ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പേ യുവർ സെൽഫ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് തന്നെ പേ ചെയ്യുന്നുള്ളത് എവിടെ, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സാലറി വന്നു കഴിഞ്ഞാൽ ഉടനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ഡേറ്റിൽ ഇന്ന എമൗണ്ട്, ഇപ്പൊ നിങ്ങളൊരു 30,000 രൂപ സാലറി ഉണ്ടെന്നാണെങ്കിൽ ഒരു 2,000 രൂപ അതല്ലെങ്കിൽ ഒരു 3,000 രൂപ എങ്കിലും മിനിമം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ. ഇതിനെ നമുക്ക് SIP ത്രൂ ചെയ്യാം, സ്റ്റോക്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതിലാണോ വിശ്വാസമുള്ളത്, സ്റ്റോക്ക് ആകാം, ഗോൾഡ് ആകാം, റിയൽ എസ്റ്റേറ്റ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൽ ഏതിൽ തന്നെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. SIP ഇല്ലെങ്കിൽ RIP എന്ന് പറയും. റെസ്റ്റ് ഇൻ പീസ് അല്ല, റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയും. അതായത് റെഗുലർ ആയിട്ട് ഏതെങ്കിലും അസറ്റ് ക്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ആകാം, ഗോൾഡ് ആകാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ RIP എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലംസമായിട്ട്, അതായത് ഒരു ഹ്യൂജ് എമൗണ്ട്, ഒരു 50,000 ഉണ്ടെങ്കിൽ ഒറ്റയടിക്കൊണ്ട് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നോർമലി എല്ലാവരും ചെയ്യാറുള്ളത്. ബട്ട് എന്നാൽ റെഗുലർ ആയിട്ട് നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കോമ്പൗണ്ടിങ് നടക്കുകയും ചെയ്യും, ആവറേജിങ് നടക്കും. അതായത് നമ്മളൊരു 50,000 രൂപ കൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഒരു 24,000 എന്ന റേഞ്ച് നിൽക്കുകയാണെങ്കിൽ അത് ആ ഒരു പ്രൈസിലാണ് ബൈ ചെയ്യുന്നത്. പിന്നീട് അത് താഴത്തേക്ക് വരികയോ കാര്യങ്ങൾ വരുന്ന ടൈമിൽ നമുക്ക് ഒരു ആവറേജിങ് നടക്കുന്നില്ല മ്യൂച്വൽ ഫണ്ട്സിൽ. ബട്ട് SIPസിലാകുമ്പോഴത്തേക്ക് എല്ലാ മാസവും നമ്മൾ റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആവറേജിങ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലെറ്റ്സ് SIP ഓർ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ SIP കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് SIPയിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇടുന്ന പൈസ പോകുമോ എന്നുള്ളൊരു കാര്യം. ബട്ട് എന്നാൽ ഈ SIP ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിലോട്ടൊക്കെ ആണെങ്കിൽ ഗ്രേറ്റ് സൂപ്പർബ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് പറയുമ്പോൾ അവർക്ക് ഒരു ഫണ്ട് മാനേജർ ഉണ്ടല്ലോ, അപ്പോൾ അവരാണ് നിശ്ചയിക്കുന്നത് ഏതൊക്കെ സ്റ്റോക്കിൽ പോകണം, എവിടെയൊക്കെ ഏതൊക്കെ സെക്ടേഴ്സിലാണ് പോകുന്നത്. ഒറ്റ സ്റ്റോക്കിലോ ഒറ്റ സെക്ടറിലല്ലായിരിക്കും മജോറിറ്റി ടൈം എഴുതിയെടുക്കുക. ഡൈവേഴ്സിഫൈ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് തന്നെ. അപ്പം നമ്മൾ അതിലോട്ടാണ് SIP ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലോസസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ SIP നല്ല രീതിയിൽ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. റിസ്ക് കുറവാണ്, റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് തന്നെയാണ്. ബട്ട് എന്നാൽ റിസ്ക് കുറവാണ് വെൻ കമ്പയർഡ് ടു അതർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അസറ്റ് ക്ലാസസിൽ തന്നെയാണ്. ലെറ്റ്സ് ഇപ്പം SIP ആയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ETFs ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് ഫണ്ട്സ് ചെയ്യാൻ പറ്റും, സ്റ്റോക്കിൽ ചെയ്യാൻ പറ്റും, കമ്മോഡിറ്റീസ് ചെയ്യാൻ പറ്റും, അതായത് ഫിസിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗോൾഡ്, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ബോൺസ് ഉണ്ട്, ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്, ലെറ്റ്സ് P2P, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഇതിനകത്ത് എവിടെ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള സ്ഥലത്ത് നോക്കാം. ബട്ട് വേറൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, എപ്പോഴും റിസ്ക് എടുത്തിട്ടുള്ളവരെ കൂടുതൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ഇത് മോട്ടിവേറ്റഡ് ആയിട്ട് ഓടിപ്പോയിട്ട് റിസ്ക് ഉള്ള സ്റ്റോക്സോ SIPസിലൂടെ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാത്രമേ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ വൈ SIP എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. ഏറ്റവും വലിയ കാര്യം എന്താണ്, അക്കൗണ്ടിൽ നിന്ന് ഫസ്റ്റ് യു ആർ ഗോണ പേ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് തന്നെ പേ ചെയ്യുകയാണ്, ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അല്ലാതെ നമ്മൾ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ചിന്താഗതിയെ അങ്ങ് മാറ്റിയേക്കാം. ആദ്യം അത് അവിടെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സെക്കൻഡ്ലി റിസ്ക് കുറഞ്ഞ് നല്ല റിവാർഡ് കിട്ടാൻ പ്രോബിലിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വെറും 500 രൂപയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് SIP എന്നും
ആൻഡ് വൈ SIP? ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെക്കാളും വൈ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറച്ച് കാര്യങ്ങളോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നമുക്ക് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് SIPs ഉണ്ട്, ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന എപ്പിസോഡ്സുകളിൽ എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്.